ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി പറഞ്ഞ ചാപ്റ്റർ ആണ് നോക്കുന്നത്. അതിൽ ട്രൈ എന്ന് പറഞ്ഞാൽ എന്താ? 3 എന്നാണ് അർത്ഥം. ഗോൺ എന്ന് പറഞ്ഞാൽ സൈഡ്സ് എന്നാണ് അർത്ഥം. മെട്രോൺ എന്ന് പറഞ്ഞാലോ മെഷർ എന്നാണ് അർത്ഥം. ട്രൈ എന്ന് പറഞ്ഞ 3, ഗോൺ എന്ന് പറഞ്ഞ സൈഡ്സ്, മെട്രോൺ എന്ന് പറഞ്ഞ മെഷർ. അപ്പൊ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. ഈ ചാപ്റ്ററിൽ നമ്മൾ അക്യൂട്ട് ആംഗിൾസിന്റെ ട്രിഗണോമെട്രിക് റേഷ്യോ മാത്രമേ പഠിക്കുന്നുള്ളൂ. ട്രിഗണോമെട്രി എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് ഒരു ആംഗിൾ 90 വരുന്ന കേസസിൽ മാത്രമാണ് നമ്മൾ ട്രിഗണോമെട്രി യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിചാരിച്ചാൽ ഇത് നമ്മളുടെ എ, ഇത് നമ്മളുടെ ബി, ഇത് നമ്മളുടെ സി ആണെന്ന് വിചാരിച്ചാൽ ആംഗിൾ എന്റെ അഡ്ജസന്റ് സൈഡ് എന്താ? അഡ്ജസന്റ് സൈഡ് ടു ആംഗിൾ എ ഇതാണ്. ഓപ്പോസിറ്റ് സൈഡ് എന്താ? ഓപ്പോസിറ്റ് സൈഡ് ടു ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ബി സി ആണ്. നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസ് നോക്കാം. ട്രിഗണോമെട്രിക് റേഷ്യോസ്, അതിന് നമ്മൾ 6 റേഷ്യോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 6 റേഷ്യോ എന്ന് പറഞ്ഞാൽ സൈൻ, കൊസൈൻ, ടാൻജന്റ്, കൊസീക്കന്റ്, സീക്കന്റ്, കോടാൻജന്റ്. ഇങ്ങനെ 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ സൈൻ എന്താ നോക്കാം. സൈൻ ഓഫ് ആംഗിൾ എ, സൈൻ ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഇതിനെ നമ്മൾ ഹൈപ്പോട്ടിന്യൂസ് എന്നാ വിളിക്കാം. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് എന്താ? ഈക്വൽ ടു ബി സി ബൈ എ സി. ഇനി കൊസൈൻ, കൊസൈൻ ഓഫ് ആംഗിൾ എ, കൊസൈൻ ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ടു adjacent side by hypotenuse. adjacent side എന്താ? AB by AC. hypotenuse എന്ന് പറഞ്ഞാൽ AC ആണ്. ഇനി ടാൻജന്റ് ആണ്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ടാൻജന്റ് ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ ബൈ കോസ് ആണ്. സൈൻ എ ബൈ കോസ് എ ആണ് ടാൻ എ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അതെന്താണ്? ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ്, ഹൈപ്പോട്ടിന്യൂസ് ക്യാൻസൽ ആയി പോയി. ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്താ? ഈക്വൽ ടു എന്താ? ബി സി ബൈ എ ബി ആണ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സൈൻ കഴിഞ്ഞു, കൊസൈൻ കഴിഞ്ഞു, ടാൻജന്റ് കഴിഞ്ഞു. ഇനി കൊസീക്കന്റും സീക്കന്റും കോടാൻജന്റും ആണ് ഇനി പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് കൊസീക്കന്റ് നോക്കാം. കൊസീക്കന്റ്, കൊസീക്കന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? കൊസീക്കന്റ് ഓഫ് എ നമുക്ക് കൊസീക്കെ എന്ന് വിളിക്കാം. കൊസീക്കന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ടു 1 ബൈ സൈൻ ഓഫ് എ ഈക്വൽ ടു എന്താ? hypotenuse by opposite side. hypotenuse by opposite side എന്താ? AC by BC ആണ് hypotenuse by opposite side. secant എന്താ? secant of angle A equal to 1 by cos A ആണ്. cosine നമ്മൾ cos A എന്ന് കൂടി പറയാം. secant of A നമുക്ക് CK എന്ന് പറയാം.
അപ്പോൾ 1/cos എന്ന് പറഞ്ഞാൽ എന്താ? 1/cos എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടിന്യൂസ് ബൈ adjacent side. ഹൈപ്പോട്ടിന്യൂസ് എന്താ? AC ബൈ adjacent side AB. അപ്പോൾ സീക്കൻഡ് കിട്ടി. ഇനി കോട്ടാൻജന്റ് ആണ്. കോട്ടാൻജന്റിന് നമ്മൾ കോട്ടെ എന്ന് പറയും. കോട്ടാൻജന്റിന് നമ്മൾ കോട്ട് എന്ന് പറയും. കോട്ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? 1/tan A ആണ്. 1/tan A എന്ന് പറഞ്ഞാൽ എന്താ? adjacent side by opposite side ആണ്. adjacent side by opposite side എന്ന് പറഞ്ഞാൽ adjacent side AB by opposite side BC. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ആംഗിൾ എന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് BC എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതേപോലെ നമുക്ക് ആംഗിൾ സീനെ എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഏതായിരിക്കും? AB ആയിരിക്കും. നമ്മൾ ഏത് ആംഗിളാണോ എടുക്കുന്നത് ആ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റന്റ് സൈഡും എടുക്കണം. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? സൈൻ ഓഫ് എ, കോസ് ഓഫ് എ, ടാൻ ഓഫ് എ, കൊസീക് ഓഫ് എ, സീക് ഓഫ് എ, കോട്ട് ഓഫ് എ. ഇതിലൊക്കെ എന്താണ്? എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോനെയും നമ്മൾ സ്മോൾ ലെറ്ററിൽ വേണം ഡിനോട്ട് ചെയ്യാൻ. ഒരു ലെറ്റർ പോലും ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാൻ പാടില്ല. എല്ലാം സ്മോൾ ലെറ്ററിൽ വേണം ഡിനോട്ട് ചെയ്യാൻ. ആംഗിളിന് വേണമെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? സൈൻ എ നോട്ട് ഈക്വൽ ടു സൈൻ ഇൻറ്റു എ. സൈൻ ഓഫ് എനെ നമ്മൾ സൈൻ ഇൻറ്റു എ എന്ന് ഡിനോട്ട് ചെയ്യാൻ പാടില്ല. കാരണം സൈനിന് ഒറ്റയ്ക്കാണെങ്കിൽ ഒരു മീനിങ്ങും ഇല്ല എന്നാണ് അർത്ഥം. അതിന് ഒരു മീനിങ് വരണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ആംഗിൾ ഡിനോട്ട് ചെയ്യാൻ ഉണ്ടാവണം എന്നാണ് നമ്മൾ പറയാം. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുത്തു. അതിൽ ഇതൊക്കെ പാരലൽ ലൈൻസ് ആണെന്ന് വിചാരിച്ചോളൂ. ഇതൊക്കെ പാരലൽ ലൈൻസ് ആണ്. ABCDEFGH. അതായത് AB പാരലൽ ടു CD പാരലൽ ടു EF പാരലൽ ടു GH ആണെങ്കിൽ, ഇതൊക്കെ പാരലൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾസ് ആർ സിമിലർ എന്ന് പറയാം. ഈ ട്രയാങ്കിൾസ് ഒക്കെ സിമിലർ അല്ലേ? ഇവിടെ P ആണെങ്കിൽ ട്രയാങ്കിൾ PAB സിമിലർ ടു ട്രയാങ്കിൾ PB. PAB സിമിലർ ടു ട്രയാങ്കിൾ PDC സിമിലർ ടു ട്രയാങ്കിൾ PEF സിമിലർ ടു ട്രയാങ്കിൾ PHG. ഇങ്ങനെ പറയാം. നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് തന്നിരിക്കുന്നത്. റേഷ്യോ ആണ്, ലെങ്ത് അല്ല, റേഷ്യോസ്. അതുകൊണ്ട് എന്താ? ട്രിഗണോമെട്രിക് റേഷ്യോസ് do not vary with length of the sides എന്ന് പറയാം. Trigonometric ratios do not vary with the length of sides if angles are kept the same. എന്താ പറയുന്നത്? സൈഡിന്റെ ലെങ്ത് മാറിയാലും ആംഗിൾസ് സെയിം ആണെങ്കിൽ ട്രിഗണോമെട്രിക് റേഷ്യോസ് മാറില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിക്കാം. സൈൻ എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ സ്ക്വയർ എ ആണ്. അതേപോലെ നമുക്ക് എന്ത് പറയാം? കൊസീക് എ എന്ന് പറഞ്ഞാൽ എന്താ? 1/sin A ആണ്. അതിനെ നമുക്ക് എങ്ങനെ പറയാം? സൈൻ എ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയാം. പക്ഷെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? കൊസീക് എ നോട്ട് ഈക്വൽ ടു എന്താണ്? സൈൻ ഇൻവേഴ്സ് എ. സൈൻ ഇൻവേഴ്സ് എയും കൊസീക് എയും ഈക്വൽ അല്ല. ഇത് വേറെ ഫംഗ്ഷൻ ആണ്, ഇത് വേറെ ഫംഗ്ഷൻ ആണ്. അതായത് സൈൻ എ ഹോൾ ഇൻവേഴ്സും സൈൻ ഇൻവേഴ്സ് എയും ഈക്വൽ അല്ല എന്നാണ് പറയുന്നത്. ഇഫ് വി ഹാവ് one of the trigonometric ratios, we can find the rest.
ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും കണ്ടെത്താമെന്നാണ് പറയുന്നത്. ഇഫ് യു വൺ ഓഫ് ദ ട്രിഗ്നോമെട്രിക് റേഷ്യോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റെസ്റ്റ്. അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യും? അതിന് പൈത്തഗോറസ് തിയറം വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ കണ്ടെത്തുക. കാരണം നമ്മൾ എന്താ ഇവിടെ യൂസ് ചെയ്യുന്നത്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. എല്ലാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് പൈത്തഗോറസ് തിയറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. പൈത്തഗോറസ് തിയറത്തിന് ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ഉണ്ടാവും, ഇവിടെ അഡ്ജസന്റ് സൈഡ് ഉണ്ടാവും, ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാവും അല്ലേ? അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? കോസ് ഇത് എ ആണെങ്കിൽ കോസയും സൈനയും എപ്പോഴും ഒന്നിനെക്കാട്ടും ചെറുതായിരിക്കും. കാരണം എന്താ? കോസിന്റെ ഇക്വേഷൻ എന്താ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. സൈനയുടെ ഇക്വേഷൻ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഈ ഒരു ട്രയാങ്കിളിലെ ഹൈപ്പോട്ടിന്യൂസ് ആണ് ഏറ്റവും വലിയ വാല്യൂ. അഡ്ജസന്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും ഒക്കെ ഹൈപ്പോട്ടിന്യൂസിനെക്കാട്ടും ചെറുതായിരിക്കും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഈ റേഷ്യോ എടുക്കുമ്പോൾ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Given tan A equal to 4/3, find other trigonometric ratios of angle A. എന്താ പറഞ്ഞിട്ടുള്ളത്? tan A പറയുന്നത് 4/3 ആയിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ബാക്കിയുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഒക്കെ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമ്മളുടെ ട്രയാങ്കിൾ വരയ്ക്കാം. ഇതാണ് നമ്മളുടെ A. tan A എന്ന് പറഞ്ഞാൽ എന്താ? tan A equal to opposite side by adjacent side equal to എന്താണ്? 4/3 equal to നമുക്ക് എന്ത് എഴുതാം? 4k by 3k എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ABC ആണ് വിചാരിച്ചത്. നമ്മളുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതിന് 4k ഇവിടെ 3k. അതെന്ന് പറഞ്ഞാൽ 4k 3k ഇട്ട് ഇത് റേഷ്യോ ആണ്. അപ്പം നമുക്ക് സ്മോളസ്റ്റ് ഫ്രാക്ഷനിലാണ് റേഷ്യോ ഉണ്ടാവുക. അപ്പം കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ കോമൺ ഫാക്ടർ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് അതിൻ്റെ ഒറിജിനൽ വാല്യൂയിലേക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 4 × k ചെയ്ത് 3 × k ചെയ്തത്. അപ്പം നമുക്ക് എന്ത് ചെയ്താം? ഹൈപ്പോട്ടിന്യൂസും കൂടി കാണാം. ഹൈപ്പോട്ടിന്യൂസ് എന്താ? ഹൈപ്പോട്ടിന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ്? AB² പ്ലസ് BC² ആണ്. AB² എന്ന് പറഞ്ഞാൽ 3k whole square plus 4k whole square equal to root of 9k² plus 16k² equal to root of 25k² equal to 5k എന്ന് കിട്ടി. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് 5k ആണ്. 3 വാല്യൂസും കിട്ടി. ഇനി എന്താ? എളുപ്പല്ലേ? സൈൻ എ എന്ന് പറഞ്ഞാൽ എത്രയാ? 4k by 5k equal to 4/5. ഇനി കോസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 3k by 5k equal to 3/5. tan നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ? cosec equal to 1/sin A. 1/sin A എന്ന് പറഞ്ഞാൽ എത്രയാ? 1/sin A എന്ന് പറഞ്ഞാൽ 5/4. sec equal to 1/cos A equal to എന്താ? cos A എന്ന് പറഞ്ഞാൽ 3/5 കൊണ്ട് 5/3 ആണ് നമ്മുടെ sec. ഇനി എന്താ വേണ്ടത്? cot A എന്ന് പറഞ്ഞാൽ എത്രയാണ്? cot A എന്ന് പറഞ്ഞാൽ 1/tan A. 1/tan A എന്ന് പറഞ്ഞാൽ 3/4. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If angle A and angle Q are acute angles such that sin B equal to sin Q, then prove that angle B equal to angle Q. എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്, ആംഗിൾ ബിയും ആംഗിൾ ക്യൂ. അത് രണ്ടും അക്യൂട്ട് ആംഗിൾസ് ആണ് തന്നിട്ടുണ്ട്.
അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അക്യൂട്ട് ആംഗിൾസ് ആണ് തന്നിട്ടുണ്ട്. കാരണം നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് അക്യൂട്ട് ആംഗിൾസ് മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആദ്യം നമ്മൾ 2 ട്രയാങ്കിൾ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രയാങ്കിൾ, ഇത് നമ്മളുടെ രണ്ടാമത്തെ ട്രയാങ്കിൾ. ഈ സൈൻ ബി ആണ്. സൈൻ ബി ഈക്വൽ ടു സൈൻ ക്യൂ എന്നാണ്. അപ്പം എ ബി സി സൈൻ ക്യൂ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. ഗിവൺ എന്താ? സൈൻ ബി ഈക്വൽ ടു സൈൻ ക്യൂ. സൈൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ സി ബൈ എ ബി ഈക്വൽ ടു സൈൻ ക്യൂ എന്ന് പറഞ്ഞാൽ പി ആർ ബൈ പി ക്യൂ. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? കെ എന്ന് വിളിക്കാം. ആ 2 ഈക്വൽ തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ കെ എന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? അഡ്ജസ്റ്റന്റ് സൈഡിന്റെ റേഷ്യോസ് നോക്കാം. ബി സി ബൈ ക്യു ആർ. ബി സി ബൈ ക്യു ആർ നമുക്ക് എന്ത് എഴുതാം? ബി സി ബൈ ക്യു ആർ ആണ്. അതിനെ നമുക്ക് ബി സി നമുക്ക് എന്ത് എഴുതാം? റൂട്ട് ഓഫ് ബി സി പറഞ്ഞാൽ എ ബി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ ബൈ റൂട്ട് ഓഫ് ക്യു ആർ ആണ്. ക്യു ആർ എന്ന് പറഞ്ഞാൽ പി ക്യു സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ. ഇതിന്ന് നമുക്ക് എന്ത് കിട്ടും? എ ബി സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി സ്ക്വയർ നമുക്ക് എന്ത് പറയാം? കെ സ്ക്വയർ ഇൻറ്റു പി ക്യു സ്ക്വയർ എന്ന് പറയാം. അതേപോലെ എ സി സ്ക്വയർ നമുക്ക് എന്ത് പറയാം? കെ സ്ക്വയർ ഇൻറ്റു പി ആർ സ്ക്വയർ എന്ന് പറയാം. ഈക്വൽ ടു റൂട്ട് ഓഫ് പി ക്യു സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ. കെ സ്ക്വയർ നമുക്ക് പുറത്തേക്ക് എടുത്താൽ കെ വരുന്നു. ഈക്വൽ ടു റൂട്ട് ഓഫ് പി ക്യു സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ ബൈ റൂട്ട് ഓഫ് പി ക്യു സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ. ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ഈക്വൽ ടു കെ കിട്ടി. അപ്പം നമുക്ക് എന്ത് പറയാം? എ സി ബൈ പി ആർ ഈക്വൽ ടു എ ബി ബൈ പി ക്യു ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ. അങ്ങനെയാണ് ഇംപ്ലൈസ് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയാം. സിമിലർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാം. എ ഈക്വൽ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ. സി കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ട്രയാങ്കിൾ എ സി ബി റൈറ്റ് ആംഗിൾ അറ്റ് സി in which AB equal to 29 units, BC equal to 21 units and angle ABC equal to theta. Determine cos square theta plus sin square theta, cos square theta minus sin square theta. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ട്രയാങ്കിൾ ഉണ്ട് എ സി ബി. അതായത് സി ആണ് നമ്മളുടെ റൈറ്റ് ആംഗിൾ. ഇതാണ് നമ്മളുടെ എ സി ബി എങ്കിൽ ഇത് എ, ഇത് ബി, ഇത് സി. സിയിലാണ് നമ്മളുടെ റൈറ്റ് ആംഗിൾ വരുന്നത്. എ ബി ഈക്വൽ ടു 29 യൂണിറ്റ്. എ ബി എന്ന് പറയുന്നത് എന്താ? ഹൈപ്പോന്യൂസ് ആണ്. അത് 29 യൂണിറ്റ്സ് ആണ് തന്നിട്ടുണ്ട്. ബി സി ഈക്വൽ ടു എന്താ? 21 യൂണിറ്റ്സ്. അത് 21 യൂണിറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ എ ബി സി ഈക്വൽ ടു തീറ്റ. എ ബി സി ഇതാണ് നമ്മളുടെ തീറ്റ എന്ന് പറയുന്നത്. കോസ്കോ തീറ്റ പ്ലസ് സൈൻസ്കോ തീറ്റയും കോസ്കോ തീറ്റ മൈനസ് സൈൻസ്കോ തീറ്റയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. സൈൻസ്കോ തീറ്റ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ഓപ്പോസിറ്റ് സൈഡിന്റെ വാല്യൂ വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് ആദ്യം കാണാം. എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 29 സ്ക്വയർ മൈനസ് 21 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 29 സ്ക്വയർ മൈനസ് 21 സ്ക്വയർ. ഇത് നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോമാറ്റ് നോക്കാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ 29 പ്ലസ് 21 എന്ന് പറഞ്ഞാൽ 29 പ്ലസ് 21 ഇൻറ്റു 29 മൈനസ് 21 ഈക്വൽ ടു 29 സ്ക്വയർ മൈനസ് 21 സ്ക്വയർ. 29 പ്ലസ് 21 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50. 29 മൈനസ് 21 എന്ന് പറഞ്ഞാൽ 8. 50 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 400. ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് 400 ഈക്വൽ ടു 20 യൂണിറ്റ്സ് ആണ്
നമ്മുടെ എ സി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് 20 ആണ് കിട്ടി. ഇനി cos square theta പ്ലസ് sin square theta കാണാം, cos square theta മൈനസ് sin square theta കാണാം. അപ്പോൾ നമുക്ക് ആദ്യം cos theta നോക്കാം. cos theta എന്ന് പറഞ്ഞാൽ എന്താ? adjacent side by hypotenuse എന്ന് പറയാം. adjacent side by hypotenuse എന്ന് പറഞ്ഞാൽ എത്രയാ? ഈക്വൽ ടു 21/29. sin theta എന്താ? opposite side by hypotenuse ഈക്വൽ ടു എന്താ? 20/29. അങ്ങനെ കിട്ടി. cos square theta പ്ലസ് sin square theta അത് 21/29 whole square plus 20/29 whole square equal to 29 whole square by 29 whole square equal to 1. ഇത് ഞാൻ തിരിച്ചിട്ട് 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 441 പ്ലസ് 400 എന്ന് പറഞ്ഞാൽ എത്രയാ? 841. 841ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 29 ആണ്. അപ്പോൾ cos square theta പ്ലസ് sin square theta 1 ആണ്. അത് ഏത് കേസിലാണെങ്കിലും cos square theta പ്ലസ് sin square theta 1 ആയിരിക്കും. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി cos square theta മൈനസ് sin square theta ആണ് നമുക്ക് പഠിക്കാനുള്ളത്. cos square theta മൈനസ് sin square theta. cos square theta മൈനസ് sin square theta എന്ന് പറഞ്ഞാൽ എന്താ? 21/29 മൈനസ് 20/29 whole square. 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 441/29 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 841 മൈനസ് 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400/29 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 841 ഈക്വൽ ടു 41/841 ആണ് നമ്മുടെ ഉത്തരം. 41/841 ആണ് നമ്മുടെ ഉത്തരം. അപ്പം 1 അല്ല. ഇത് cos theta മൈനസ് sin square theta ഓരോ സമയത്ത് ഓരോ വാല്യൂ ആണ് വരിക. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി റൈറ്റ് ട്രയാങ്കിൾ ABC, right angle at B, if tan A equal to 1, then verify that 2 sin A cos A equal to 1. എന്താ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്, റൈറ്റ് ആംഗിൾ അറ്റ് ബി ആണ്. ഇതാണ് നമ്മളുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ബി, ഇത് നമ്മളുടെ എയും സിയും. tan A 1 ആണ് തന്നിട്ടുണ്ട്. tan A ഈക്വൽ ടു 1 ഈക്വൽ ടു എന്താ? BC/AB ആണ് tan എന്ന് പറഞ്ഞാൽ. അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് നമ്മളുടെ tan. BC/AB ആണ്. BC/AB നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു BC ഇൻറ്റു K ബൈ AB ഇൻറ്റു K എന്ന് പറയാം. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? ഇംപ്ലൈസ് BC ഈക്വൽ ടു AB ഈക്വൽ ടു 1 ഇൻറ്റു K ഈക്വൽ ടു K എന്ന് പറയാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ BC K ആയിട്ട് കിട്ടി, AB K ആയിട്ട് കിട്ടി. എന്താ നമുക്കുള്ള AC ആണ് വേണ്ടത്. നല്ല സൈനും കോസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ AC ഈക്വൽ ടു റൂട്ട് ഓഫ് AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് K സ്ക്വയർ പ്ലസ് K സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു K സ്ക്വയർ ഈക്വൽ ടു K റൂട്ട് 2 എന്ന് കിട്ടി. അത് K റൂട്ട് 2 ആണ്, ഇത് K റൂട്ട് 2. 2 sin A cos A ഈക്വൽ ടു 1 എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് sin A എന്താണെന്ന് നോക്കാം. sin A ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ K ബൈ K റൂട്ട് 2 ഈക്വൽ ടു 1/√2. ഇനി cos A എന്താ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. എന്താണ്? K ബൈ K റൂട്ട് 2. K ബൈ K റൂട്ട് 2 എന്താ? 1/√2. അങ്ങനെയാണ് നമുക്ക് 2 sin A cos A ആണ് വേണ്ടത്. 2 ഇൻറ്റു sin A ഇൻറ്റു cos A എന്താണ്? 2 ഇൻറ്റു 1/√2 ഇൻറ്റു 1/√2 ഈക്വൽ ടു 1/√2 ഇൻറ്റു 1/√2 പറഞ്ഞാൽ 1/2 ആണ്. 2 ഇൻറ്റു 1/2 ഈക്വൽ 1.
ഈക്വൽ ടു എന്താ RHS. റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 ആണെന്ന് നമുക്ക് തന്നിരിക്കുന്നു. അപ്പം നമ്മൾ ഈക്വൽ ടു RHS എന്ന് എഴുതാം. ഹെൻസ് ദ പ്രൂഫ് എന്ന് എഴുതാം. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ ട്രയാങ്കിൾ OPQ റൈറ്റ് ആംഗിൾ at P, OP equal to 7 cm, OQ minus PQ equal to 1 cm. Determine the value of sin Q and cos Q. എന്താ പറഞ്ഞിട്ടുള്ളത്? ആദ്യം നമുക്ക് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് OPQ. റൈറ്റ് ആംഗിൾ at P ആണ്. P ആണ് നമ്മുടെ റൈറ്റ് ആംഗിൾ. OPQ ഇതാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ. OP equal to 7 cm എന്ന് തന്നിട്ടുണ്ട്. OP equal to 7 cm. OQ minus PQ equal to 1 cm എന്ന് തന്നിട്ടുണ്ട്. OQ minus PQ equal to 1 cm എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് OQ എന്താ എഴുതാം? 1 plus PQ എന്ന് പറയാം. ഒന്നുമില്ല, PQ അപ്പുറത്തേക്ക് എടുത്തു. സൈൻ ക്യൂവിൻ്റെ കോസ് ക്യൂവിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സൈൻ ക്യൂവിൻ്റെ കോസ് ക്യൂവിൻ്റെ വാല്യൂ ഇതാണ് നമ്മുടെ ക്യൂ. OP സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? OP സ്ക്വയർ ഈക്വൽ ടു OQ സ്ക്വയർ മൈനസ് PQ സ്ക്വയർ എന്ന് പറയാം. OP സ്ക്വയർ എന്ന് പറഞ്ഞാൽ OQ സ്ക്വയർ, അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് QP സ്ക്വയർ എന്ന് പറയാം. OP സ്ക്വയർ എന്താ? 7 സ്ക്വയർ ആണ്. ഈക്വൽ ടു OQ സ്ക്വയർ. OQ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 plus PQ ഹോൾ സ്ക്വയർ മൈനസ് PQ സ്ക്വയർ ഈക്വൽ ടു 1 plus PQ സ്ക്വയർ പ്ലസ് 2PQ മൈനസ് PQ സ്ക്വയർ. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 49. 49 മൈനസ് 1 48 ആണ്. എന്ത്? 2PQ എന്ന് പറഞ്ഞാൽ. അപ്പോൾ PQ എന്തായിരിക്കും? 48/2 24. PQ 24 ആണ് കിട്ടി. PQ equal to 24. PQ 24 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? OQ equal to 1 plus 24 എന്ന് എഴുതാം. Equal to 25. OQ equal to 25 എന്ന് കിട്ടും. OP 7 ആണെന്ന് തന്നിട്ടുണ്ട്. 3 വാല്യൂസും കിട്ടി. 3 വാല്യൂസും കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? സൈൻ ക്യൂവിൻ്റെയും കോസ് ക്യൂവിൻ്റെയും വാല്യൂ. സൈൻ ക്യൂ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? സൈൻ ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 7 ആണ്. ബൈ ഹൈപ്പോട്ടന്യൂസ് 25. കോസ് ക്യൂവിൻ്റെ വാല്യൂ എന്താ? അഡ്ജസൻറ്റ് സൈഡ് by hypotenuse. Adjacent side എന്താ? 24 ആണ്. 24 by hypotenuse എന്ന് പറഞ്ഞാൽ 25.